വാർത്തകളിലേക്ക്. ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ വീണ്ടും എതിർത്ത് പ്രോസിക്യൂഷൻ. ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതി നാളെ വിധി പറയും. എന്നാൽ പ്രോസിക്യൂഷന്റെ എതിർപ്പ് സാങ്കേതിക നടപടിയെന്ന് BJP ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പറഞ്ഞു. അതിനിടെ കന്യാസ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ റായ്പൂരിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ കേസിന്റെ വിവരങ്ങൾ ഹാജരാക്കിയതിന് പിന്നാലെ 12 മിനിറ്റാണ് NIA ബിലാസ്പൂർ കോടതിയിൽ വാദം നടന്നത്. ബജ്രംഗ്ദൾ അഭിഭാഷകർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടന്നുവെന്ന വാദം ഉന്നയിച്ചു. ബജ്രംഗ്ദൾ ആരോപണത്തിനെതിരായ തെളിവുകൾ കന്യാസ്ത്രീകളുടെ അഭിഭാഷകർ കോടതിയിൽ ഹാജരാക്കി. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്, അതിനാൽ ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പിന്നാലെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ നാളത്തേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ എതിർപ്പ് സാങ്കേതികമായ നടപടി മാത്രമാണെന്നും നാളെ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും BJP നേതാക്കൾ പ്രതികരിച്ചു. പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർത്തതോടെ അമിത്ഷാ നൽകിയ വാക്ക് പാഴായെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വിലയില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ നേതൃത്വത്തിൽ UDF MPമാർ ജയിലിലെത്തി കന്യാസ്ത്രീകളെ സന്ദർശിച്ചു. ഇനി എല്ലാ കണ്ണുകളും ബിലാസ്പൂരിലെ NIA കോടതിയിലേക്കാണ്. 8 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാകുമോ, അതോ പ്രോസിക്യൂഷന്റെ എതിർപ്പ് NIA കോടതി ശരിവെക്കുമോ? കാത്തിരുന്ന് കാണാം. ദുർഗിൽ നിന്നും ബിബിൻ ജെയിംസിനൊപ്പം അരവിന്ദ് PR, Media One.